ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് കഥാരൂപേണ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് മെറ്റാഫോറായിട്ട് രൂപകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഇടയ്ക്കൊരു സഹോദരൻ ചോദിക്കുകയുണ്ടായി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, ആദാമിൻ്റെ കഥ മുതൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മഹാസംഭവങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും മെറ്റഫോറാണ്. ജീസസിൻ്റെ സമയത്തുണ്ടായ ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മെറ്റാഫോറാണ്, രൂപകങ്ങളാണ്. ഒന്നുമേ സംഭവിച്ച കാര്യങ്ങളല്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, ആദാമും ഹവ്വയും ദൈവം ഉണ്ടാക്കിയതല്ലേ? സൃഷ്ടി ദൈവത്തിൻ്റേതല്ലേ? നോഹയുടെ കഥ, ജലപ്രളയം ദൈവത്തിൻ്റേതല്ലേ? അത് കഴിഞ്ഞ് അബ്രഹാം, മോശെ, ദാവീദ്, ശലോമോൻ, ഇതൊക്കെ ഹിസ്റ്ററിയാണല്ലോ എന്ന് ചോദിക്കാം. ഇതൊക്കെ ഹിസ്റ്ററിയാണെന്ന് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും ഹിസ്റ്ററിയുടെ ഭാഗമല്ല. ശലോമോൻ രാജാവോ, ദാവീദോ, നോഹയോ, അബ്രഹാമോ, മോശയോ, ആദാമോ ഒന്നും ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖകളും പറയുന്നില്ല. ഇതെല്ലാം വെറും സ്റ്റോറി ആയിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും മതം പോലും, ക്രിസ്തീയ മതം പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആദാമിൻ്റെ സ്റ്റോറി ആകട്ടെ, നോഹയുടെ സ്റ്റോറി ആകട്ടെ, അബ്രഹാമിൻ്റെ സ്റ്റോറി ആകട്ടെ, ദാവീദിൻ്റെ സ്റ്റോറി ആകട്ടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ആത്മീക അർത്ഥമുണ്ട്, നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ ആശയമുണ്ട്. ജീസസിൻ്റെ സമയം വരുമ്പോൾ ജീസസിൻ്റെ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ജീസസിൻ്റെ സ്റ്റോറിയും അനുബന്ധ സംഭവങ്ങളുമെല്ലാം നാം വ്യാഖ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളേണ്ടത് ആത്മീയ കാര്യം ആയിട്ട് തന്നെയാണ്. യേശു ജീവിച്ചിരുന്നോ? യേശുവിൻ്റെ മറ്റുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നോ? ശിഷ്യന്മാരുണ്ടായിരുന്നോ? അനുബന്ധ സംഭവങ്ങൾ നടന്നിരുന്നോ? നടന്നാലും നടന്നില്ല എന്നുണ്ടെങ്കിലും ആ സ്റ്റോറി അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ജീസസിൻ്റെ ജീവിത ചരിത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ജീസസിലൂടെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ സംഭവ വികാസങ്ങളിലൂടെ നമ്മോട് പറയാൻ ആഗ്രഹിച്ച ആത്മീക മർമ്മങ്ങളെ, സത്യങ്ങളെ ഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബഹുദൂരം മറ്റ് റോങ്ങായ ഒരു ഡിറക്ഷനിൽ കഴിഞ്ഞ 2000 വർഷത്തിലധികമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സോ ബൈബിൾ ഉദ്ദേശിച്ച ഉദ്ദേശശുദ്ധിയിലേക്കൊരു മടക്കയാത്ര ഏറ്റവും അനിവാര്യമായിരിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങൾ രൂപകങ്ങളായി, അതായത് മെറ്റഫോറായി പറഞ്ഞിരിക്കുന്ന കാര്യത്തെയാണ് നാം മനസ്സിലാക്കുകയും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത്തരത്തിലുള്ള ആത്മീക അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ആക്ഷരികമായി സംഭവിച്ചത് അല്ല.